പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിക്കുള്ളിലായിക്കോട്ടെ, ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നായിക്കോട്ടെ, ഇന്ത്യ ഇനി അവിടെ കടന്നു ചെന്ന് ആഞ്ഞടിക്കും. ഇന്ത്യക്ക് കരുത്താവുകയാണ് കാമിക്കാസെ ഡ്രോണുകൾ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ശത്രുവിന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ മറികടന്ന് 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ലക്ഷ്യത്തിന് മുകളിലെത്തുക, സ്വന്തം ദൗത്യം പൂർത്തിയാക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക, പിന്നെ ഒരു മിസൈലിനെ പോലെ അതിലേക്ക് ഇടിച്ചു കയറി സ്വയം പൊട്ടിത്തെറിക്കുക. ഇന്ത്യൻ സൈന്യം യുദ്ധക്കളത്തിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്ന AI കാമിക്കാസെ ഡ്രോണുകൾ പെരുമാറുക ഇങ്ങനെയാണ്. GPS സിഗ്നലുകൾ തടഞ്ഞാലും വഴി തെറ്റാത്ത കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ലക്ഷ്യത്തെ സ്വയം തിരിച്ചറിഞ്ഞ് ആക്രമിക്കുന്ന ഈ ഡ്രോണുകൾ യുദ്ധത്തിന്റെ ചരിത്രം തന്നെ മാറ്റും. പ്രത്യേകിച്ച് ലഡാക്ക്, കാരാക്കോറം പർവ്വതനിരകൾ പോലുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ ഈ ഡ്രോണുകൾ നിർണായകമായ പങ്ക് വഹിക്കും. പരമ്പരാഗത യുദ്ധവാഹനങ്ങൾക്കും സൈനിക യൂണിറ്റുകൾക്കും പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് അതിവേഗം എത്തിച്ചേരാനും ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാനും ഇവയ്ക്ക് സാധിക്കും. കുന്നിൻ പ്രദേശങ്ങളിലെ യുദ്ധത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭൗമശാസ്ത്രപരമായ പരിമിതികളെ തന്നെ ഇത്തരം സാങ്കേതിക വിദ്യകൾ മാറ്റിമറിച്ചേക്കും എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഒരു കാലത്ത് നമുക്കറിയാം, ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ഒക്കെയാണ് യുദ്ധങ്ങളുടെ ഭാവി നിർണ്ണയിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അത് അൽഗോരിതങ്ങളും ഡ്രോണുകളും ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഡ്രോൺ സ്വേമിംഗ്, തത്സമയ യുദ്ധക്കള നിരീക്ഷണം, വിവരയുദ്ധം, ഇന്റലിജന്റ് ലോജിസ്റ്റിക്സ്, സ്വയം പ്രവർത്തിക്കുന്ന ആക്രമണ സംവിധാനങ്ങൾ, ഇതെല്ലാം ഒരൊറ്റ AI യുദ്ധ പരിസ്ഥിതിയുടെ ഭാഗമാക്കാനുള്ള പദ്ധതിയാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വെക്കുന്നത്. യുദ്ധക്കളത്തിലെ ഓരോ നിമിഷവും വിശകലനം ചെയ്യുകയും ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുകയും ആക്രമണങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സൈനിക ബുദ്ധിയെ സൃഷ്ടിക്കുക, അത് തന്നെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലക്ഷ്യം തിരിച്ചറിയൽ സംവിധാനങ്ങൾ, ഡ്രോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമല്ല, ഉപഗ്രഹങ്ങൾ, ഭൂതല സെൻസറുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളും ഒരുമിച്ച് വിശകലനം ചെയ്യും. ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തെ തിരിച്ചറിയുകയും ഭീഷണിയുടെ തോത് നിർണ്ണയിക്കുകയും ആക്രമണത്തിനുള്ള ഏറ്റവും കൃത്യമായ സമയം കണ്ടെത്തുകയും ചെയ്യും. ഇതിലൂടെ സൈനിക ഭാഷയിൽ കിൽ ചെയിൻ എന്ന് വിളിക്കുന്ന ലക്ഷ്യത്തെ കണ്ടെത്തുന്നതും ആക്രമിക്കുന്നതും തമ്മിലുള്ള സമയം ഗണ്യമായി കുറയ്ക്കാം. യുദ്ധക്കളത്തിൽ ഏതാനും നിമിഷങ്ങൾ പോലും വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്നതിനാൽ ഇതൊക്കെ വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ സൈന്യം സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച ഈ ലോങ് റേഞ്ച് ലോയിറ്റർ മ്യൂണീഷനുകൾക്ക് ഏകദേശം 1000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 25 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന കാമിക്കാസെ ഡ്രോണുകൾ മണിക്കൂറിൽ 400 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും 5000 മീറ്റർ ഉയരത്തിൽ വരെ പ്രവർത്തിക്കാനും കഴിവുള്ളവയായിരിക്കും. ഇതോടെ പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യങ്ങൾ പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണ പരിധിയിലാകും. ഇന്ത്യയുടെ ഈ മുന്നേറ്റം ആത്മനിർഭർ ഭാരത് എന്ന നയവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിനു പകരം തദ്ദേശീയ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും സ്വകാര്യ പ്രതിരോധ കമ്പനികളും ചേർന്നാണ് ഈ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത്. ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് പദ്ധതിയുടെ ഭാഗമായി നിരവധി സ്റ്റാർട്ടപ്പുകളും വ്യവസായ സ്ഥാപനങ്ങളും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.